ആദായ നികുതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ച ധനമന്ത്രി നിർമ്മല സീതാരാമൻ നികുതിദായകർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിൽ ലളിതമായാണ് ബില്ലിലെ വ്യവസ്ഥകൾ വിശദമാക്കിയിട്ടുള്ളത്. ബിൽ വിശദ പരിശോധനകൾക്ക് സെലക്ട് കമ്മിറ്റിക്ക് വിടാനുള്ള നിർദ്ദേശവും ധനമന്ത്രി സ്പീക്കറുടെ പരിഗണനയ്ക്ക് വെച്ചു. സ്പീക്കർ അംഗീകരിക്കുന്ന മുറയ്ക്ക് സെലക്ട് കമ്മിറ്റി രൂപീകരിക്കും. ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, ആദായ നികുതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ച ധനമന്ത്രി നിർമ്മല സീതാരാമൻ നികുതിദായകർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിൽ ലളിതമായാണ് ബില്ലിലെ വ്യവസ്ഥകൾ എന്നാണ് വിശദമാക്കിയിട്ടുള്ളത്. മറ്റു വിവരങ്ങൾ തീർച്ചയായും രോഹിണി, ലളിതമായി ആദായ നികുതി നിയമം പരിഷ്കരിക്കുമെന്ന് ബജറ്റ് പ്രഖ്യാപന വേളയിൽ തന്നെ നിർമ്മല സീതാരാമൻ വ്യക്തമാക്കിയിരുന്നു. തൊട്ടടുത്ത ആഴ്ച തന്നെ അത് സംബന്ധിച്ച നടപടികൾ ഉണ്ടാകുമെന്നും അവർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ ഭാഗമായാണ് 2025 ആദായ നികുതി ബിൽ ഇപ്പോൾ സഭയ്ക്ക് മേശപ്പുറത്ത് വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇനി ഇത് ബില്ല് സെലക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിട്ടിരിക്കുകയാണ്. ഇതിനു പുറമെ ഒരു റിവ്യൂ കമ്മിറ്റി കൂടി ബില്ലുമായി സംബന്ധിച്ച് നിയോഗിക്കണമെന്ന ഒരു ആവശ്യവും നിർമ്മല സീതാരാമൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നമുക്കറിയാവുന്നതാണ്, ആദായ നികുതി നിയമം അതിസങ്കീർണമായ ഒരു നിയമ സംവിധാനമാണ്. അതിൽ പല സാങ്കേതികമായ വീഴ്ചകൾ, അതായത് ഏതെങ്കിലും ബിസിനസ് സംബന്ധമായ ചില നടപടിക്രമങ്ങളുടെ വീഴ്ചകളൊക്കെ ക്രിമിനൽ കുറ്റമാക്കുന്ന പ്രശ്നങ്ങൾ അത് പല കോർപ്പറേറ്റ് നിയമങ്ങളിലും അതുപോലെ തന്നെ ആദായ നികുതി നിയമങ്ങളിലും എല്ലാം തന്നെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യമുണ്ട്. 1961 ഒന്നാം ആദായ നികുതി നിയമത്തിൽ ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ഈ നിലവിൽ നിലനിൽക്കുന്ന ആദായ നികുതി നിയമത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുമുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഡീക്രിമിനലൈസേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപ്പാക്കുന്നതിനുള്ള വകുപ്പുകൾ ഉൾച്ചേർത്തുകൊണ്ടാണ് ഈ ബില്ല് തയ്യാറാക്കിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നിരവധിയായ ഇളവുകൾ സംബന്ധിച്ച്, അതായത് ആദായ നികുതിയുടെ പല വകുപ്പുകൾ അനുസരിച്ച്, അതായത് ATC, ATU തുടങ്ങിയ വകുപ്പുകളുടെ ഡിഡക്ഷൻ എല്ലാം തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളിലും വ്യക്തമായൊരു കൃത്യത നൽകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നും തന്നെ വളരെ കൃത്യമായി പറയുന്നുണ്ട്. അത് ആദായ നികുതി ഇളവുകളും ആദായ നികുതി കണക്കുകൂട്ടലുകളും സങ്കീർണമായ ഒരു അവസ്ഥയിൽ നിന്ന് മാറ്റി വളരെ ലളിതമായ രീതിയിൽ എല്ലാവർക്കും മനസ്സിലാക്കത്തക്ക രീതിയിലുള്ള നിയമനിർമ്മാണവും ഡീക്രിമിനലൈസേഷൻ ഉൾപ്പെടെയുള്ള, അതായത് ആദായ നികുതിയിലെ സാങ്കേതിക കുറ്റകൃത്യങ്ങൾ വലിയ കുറ്റകൃത്യങ്ങളായി പരിഗണിക്കാതെ സാധാരണ കുറ്റകൃത്യങ്ങളെ ഒമിറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അത് വലിയ രീതിയിലുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകേണ്ടതല്ലാത്ത കുറ്റകൃത്യങ്ങളായി നാമമാത്ര പിഴയോ ഈടാക്കി അവസാനിപ്പിക്കാവുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ, അല്ലെങ്കിൽ അത് കോമ്പൗണ്ട് ചെയ്യാനുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ 622 പേജുള്ള ഒരു ബില്ലാണ് അവതരിപ്പിക്കുന്നത്. അതിൽ 536 വകുപ്പുകൾ ഉൾപ്പെടുന്നു എന്നെല്ലാം തന്നെ അറിയാൻ സാധിക്കുന്നുണ്ട്. ശരി, ഐസൺ ജോസ് ആണ് വിവരങ്ങൾ നൽകിയത്.